ജപ്പാൻ ചോദിച്ചു വാങ്ങിയതാണ് ഹിരോഷിമയും നാഗസാക്കിയും. വളരെ ചെറുതും ദ്വീപുരാഷ്ട്രവുമായ ജപ്പാനുമായി ഒരു പ്രശ്നവുമില്ലാത്ത വലുതും ചെറുതുമായ രാജ്യങ്ങളിലേക്ക് പോലും കടന്നാക്രമണം നടത്തുകയും അതിനെയൊക്കെ പിടിച്ചെടുക്കാനും അങ്ങനെ പിടിച്ചെടുക്കുന്ന രാജ്യങ്ങളിലെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഒഴിച്ച്, അതായത് ആൺകുഞ്ഞുങ്ങളെ ഒഴിച്ച്, എല്ലാ പുരുഷന്മാരെയും വെറുതെ അതിക്രൂരമായി കൊല്ലുകയും അവരുടെ സ്ത്രീകളെ, കുടുംബത്തിലെ അമ്മ, പെങ്ങൾ, ഭാര്യ ഇവരെ ഒക്കെ, മക്കളെപ്പോലും, സ്ത്രീകളെ മുഴുവൻ സൈനികർക്ക് ലൈംഗിക അടിമകളാക്കി മാത്രം വയ്ക്കാൻ, അതുമാത്രമായി നിലനിർത്താൻ അന്നത്തെ ജപ്പാൻ സൈന്യം അതിക്രൂരമായി മത്സരിച്ചു. അതിനെ എതിർക്കുന്ന സ്ത്രീകളെയും ഇതുപോലെ ഒരു കാരണവുമില്ലാതെ വെടിവെച്ചു കൊന്നു. പുരുഷന്മാരില്ലാത്ത ഒരു രാജ്യമുണ്ടാക്കി തീർത്ത് ജപ്പാൻ്റെ തേർവിളയാട്ടം നടത്തുകയായിരുന്നു സൈന്യത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ സൈന്യത്തിൻ്റെ ലക്ഷ്യത്തിനൊത്ത് എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയാണ് അന്നത്തെ ഭരണത്തലവന്മാർ പോലും ചെയ്തത്. ഇത്തരത്തിൽ ഏറെ അനുഭവിച്ചൊരു രാജ്യമായിരുന്നു ഫിലിപ്പൈൻസ്. ജപ്പാനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത പലതുമുണ്ട്. അതിൽ ഒരു കഥ മാത്രമാണ് മേൽ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ജപ്പാൻ അങ്ങനെയൊന്നുമല്ല. വളരെ പുരോഗതി പ്രാപിച്ച ഒരു രാജ്യം തന്നെയാണ് ജപ്പാൻ. ജപ്പാനിൽ ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ ബോംബ് വീണ ശേഷം മാത്രം, അതായത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട ശേഷം മാത്രം ചിന്താഗതിയിൽ മാറ്റം വന്ന ഒരു രാഷ്ട്രമാണ് ജപ്പാൻ എന്നുകൂടി അറിയുക. 1945 ഓഗസ്റ്റ് 6 ആണത് സംഭവിച്ചത്. എന്നാൽ 1939 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കത്തിൽ നിന്നാണ് അണുബോംബ് എന്ന നിർമ്മാണത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. എന്നാൽ ഐൻസ്റ്റീൻ അല്ല അണുബോംബ് നിർമ്മിച്ചത്. ഹിരോഷിമയിൽ വീഴ്ത്തിയ ലിറ്റിൽ ബോയ് എന്ന വിളിപ്പേരുള്ള അണുബോംബിന് 3 മീറ്റർ നീളവും 28 ഇഞ്ച് വ്യാസവും 4400 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. എന്നാൽ നാഗസാക്കിയിൽ വീഴ്ത്തിയ ബോംബിന് ഫാറ്റ്മാൻ എന്നും നാമനിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ നീളം 3.3 മീറ്ററും വ്യാസം 60 ഇഞ്ചും 4898, അതായത് 4898 കിലോഗ്രാം ഭാരവും ഇതിനുണ്ടായിരുന്നു. ബോയിങ് യുദ്ധവിമാനങ്ങളിലാണ് ഈ ബോംബിൻ്റെ പോർമുനകൾ വഹിച്ച് 2 ബോംബുകളും ജപ്പാനു മീതെ എത്തിയത്. 3-4 കിലോമീറ്റർ ഉള്ളിൽ വരുന്ന എല്ലായിടവും മനുഷ്യരും ജീവികളും പ്രകൃതിയും കെട്ടിടങ്ങളും അപ്പാടെ 1000 സൂര്യന്മാർ കത്തിജ്വലിച്ചു നിൽക്കുന്ന ചൂട് വമിപ്പിച്ചുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലെയും എല്ലാറ്റിനെയും അപ്പാടെ ഈ 2 ബോംബുകൾ കത്തിച്ചു കളഞ്ഞു, കരിച്ചു കളഞ്ഞു, ഉരുക്കി ഒഴുക്കി കളഞ്ഞു, ഭസ്മമാക്കി കളഞ്ഞു. 1.5 ലക്ഷം മനുഷ്യജീവനുകൾ മാത്രം നഷ്ടപ്പെട്ടു ഹിരോഷിമയിൽ. 80,000 പേർ നാഗസാക്കിയിലും കത്തിയമർന്നു, ഭസ്മമായി ഇല്ലാതായി. റോബർട്ട് ഓപ്പൺഹീമർ അങ്ങനെ അണുബോംബിൻ്റെ ശില്പിയായി എന്നതു മാത്രമല്ല, ജപ്പാനെ ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം. ഈ 2 ബോംബുകൾ വീഴും വരെ ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരന്മാരായ സൈനികർ ജപ്പാൻ്റേതായിരുന്നു. ജർമ്മനിയും ജപ്പാനും ചെയ്ത ക്രൂരതകൾ അത്രയ്ക്കായിരുന്നു. 2.5 കോടിയോളം ജനങ്ങളെയാണ് ജപ്പാൻ മാത്രം കൊന്നൊടുക്കിയത്. അമേരിക്കയുടെ പേൾ ഹാർബർ തകർത്തതിന് പകരമായി അമേരിക്ക ജപ്പാനുമേൽ അവസാന ആയുധം പ്രയോഗിക്കുകയായിരുന്നു. അതോടെ വീറും വാശിയും യുദ്ധജയവും ആഗ്രഹിച്ചിരുന്ന ജപ്പാൻ തോൽവി സമ്മതിച്ചു, യുദ്ധം നിർത്തി. അതുവരെ ജപ്പാൻ്റെ ക്രൂരതകളാണ് ലോകത്തെ നടുക്കിയതെങ്കിൽ ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ശേഷം ജപ്പാൻ കണ്ടുപിടുത്തങ്ങളുടെ, സയൻസ് ടെക്നോളജിയുടെ, മെഡിക്കൽ ടെക്നോളജിയുടെ, ഇലക്ട്രോണിക് ടെക്നോളജിയുടെ മാത്രം കണ്ടുപിടുത്തങ്ങളിലേക്കും സർവോപരി കൃഷി സംബന്ധമായ പുതുരീതികളിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും അതിൻ്റെ മാത്രം രീതികളിലേക്കും ജപ്പാനിലെ ജനങ്ങളെ നയിച്ചുകൊണ്ട് അവിടുത്തെ ഭരണകർത്താക്കൾ ആ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എഴുന്നേൽപ്പിച്ചു. പരീക്ഷണ നിരീക്ഷണങ്ങളിലേക്ക് മാത്രം ഇറങ്ങിയ ഒരു ജപ്പാനെയാണ് പിന്നീട് കണ്ടത്. അതിലവർ വിജയിക്കുകയും ഇപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജപ്പാൻ്റെ കഥ പഴയതു മാത്രമാണ്. എന്നാൽ ജപ്പാൻ ഇപ്പോൾ ഒരു പുതിയ രാജ്യമാണ്. പുരോഗമനവും രാഷ്ട്ര സേവനവും മനുഷ്യത്വവും ഏറെ ഉള്ള രാഷ്ട്രം.